ഉത്തരാഖണ്ഡ് ദുരന്തത്തിൽ കാണാതായവർക്കായുള്ള തെരച്ചിൽ തുടരുകയാണ്. മേഘവിസ്ഫോടനത്തിലും മിന്നൽ പ്രളയത്തിലും മരണം 6ആയി. 190 പേരെ രക്ഷപ്പെടുത്തിയതായി ഉത്തരാഖണ്ഡ് സർക്കാർ അറിയിച്ചു. 10 ലക്ഷത്തിലേറെ TMC വെള്ളമാണ് ധാരാലിക്ക് മുകളിലേക്ക് ഒഴുകിയെത്തിയതെന്ന് വിദഗ്ധർ പറയുന്നു. ഗംഗോത്രി അടക്കമുള്ള 12 ഗ്രാമങ്ങൾ ഇപ്പോഴും ഒറ്റപ്പെട്ട നിലയിലാണ്. 2 സൈനിക ക്യാമ്പുകൾ പൂർണ്ണമായി തകർന്നു. ധാരാലി ഗ്രാമത്തിനു മുകളിൽ 50 അടി കനത്തിൽ ചെളി മൂടിയെന്നും രക്ഷാപ്രവർത്തകർ പറയുന്നുണ്ട്. ശരത് ലാൽ ചേരുന്നു വിവരങ്ങളുമായി. ശരത്, ആ ദുരന്ത ഭൂമിയിലാണ് ഉള്ളത് എന്നാണ് മനസ്സിലാകുന്നത്. ആ രക്ഷാപ്രവർത്തനം എത്രത്തോളം ദുഷ്കരമാണ് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇതിനോടകം നമുക്ക് മുന്നിൽ എത്തിയിട്ടുള്ള കണക്കുകൾ എന്തൊക്കെയാണ്? മലയാളികളെ കാണാതായതായി ബന്ധപ്പെട്ട വാർത്തകളൊക്കെ എത്തിയിരുന്നു. അവർ സുരക്ഷിതർ തന്നെയല്ലേ? എന്തൊക്കെ വിവരങ്ങളാണ് ഈ ഘട്ടത്തിൽ നമുക്ക് കിട്ടുന്നത്? ലക്ഷ്മി, ദുരന്തം സമയത്ത് 40 മണിക്കൂർ കഴിഞ്ഞിരിക്കുന്നു. ഇപ്പോഴും ഒരു 120 സേനാംഗങ്ങൾ മാത്രമാണ് തെരച്ചിലെത്തിയുള്ളൂ. എയർ ഡ്രോപ്പ് ചെയ്ത 120 സേനാംഗങ്ങളാണ് ഇപ്പോൾ തെരച്ചിൽ നടത്തുന്നത്. വൻ ചളിയാണ്, 50 അടി വരെ ഉള്ള ചളികൾ മൂടിക്കിടക്കുന്നു എന്നാണ് രക്ഷാപ്രവർത്തകർ. ഇതിനൊരു ആധുനിക യന്ത്രങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമേ ഇത് ചളി നീക്കാൻ കഴിയുള്ളൂ എന്നതാണ് വളരെ പ്രധാനപ്പെട്ടൊരു കാര്യം. അതുപോലെ തന്നെ മരണസംഖ്യ 6 ആയിട്ടുണ്ട്. ഇന്ന് 2 മൃതദേഹങ്ങൾ കൂടി കണ്ടെടുത്തുണ്ട് രക്ഷാപ്രവർത്തകർ. അതുപോലെ ഇപ്പോൾ 16 സ്ഥലത്താണ് ഈ ഗംഗോത്രിയിലേക്കുള്ള വഴികളിൽ മണ്ണിടിച്ചിലുണ്ടായത്. ഇതിൽ 12 സ്ഥലങ്ങളോളം ഏകദേശം ഗതാഗത യോഗ്യമാക്കുന്ന പ്രവർത്തനങ്ങളിൽ ഭാഗികമായി സൈന്യം വിജയിച്ചിട്ടുണ്ട്. ഇനിയൊരു ബ്രിഡ്ജ്, ഒഴുകിപ്പോയ ബ്രിഡ്ജ് കൂടി പുനഃസ്ഥാപിച്ചു കഴിഞ്ഞാൽ അത് 6 മുതൽ 8 മണിക്കൂർ കൊണ്ട് ബ്രിഡ്ജ് പുനഃസ്ഥാപിക്കുമെന്നാണ് സൈന്യം അവകാശപ്പെടുന്നത്. അങ്ങനെയാണെങ്കിൽ നാളെ കൂടുതൽ മിഷനറികൾ തിരച്ചിലിന് എത്തിക്കാൻ കഴിയും. ഇപ്പോൾ ചെറിയ രീതിയിലുള്ള തിരച്ചിലാണ് നടക്കുന്നത്. അതുകൊണ്ട് തന്നെ രക്ഷാപ്രവർത്തനം വളരെ മന്ദഗതിയിൽ തന്നെ എന്ന് പറയാം. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, വളരെ വലിയ വെള്ളമാണ് ഈ ധാരാളിക്കും ഗ്രാമത്തിന് മുകളിലേക്ക് വന്നത്. അതായത് ഗംഗോത്രി മലകളിലുള്ള ഇടിവാണ് ഇത്തരമൊരു ദുരന്തത്തിന് കാരണമെന്നാണ് വിദഗ്ധരും കാലാവസ്ഥാ പ്രവചകരും കണക്ക് കൂട്ടുന്നത്. കാരണം മഞ്ഞുപാളികൾ ഉള്ള മഞ്ഞുരുക്കലാണ് അത് കാലാവസ്ഥ വ്യതിയാനത്തിൻ്റെ ഭാഗം എന്ന് തന്നെ പറയേണ്ടി വരും. കാരണം ദുരന്ത സമയത്ത് 6 മില്ലിമീറ്റർ മുതൽ 11 മില്ലിമീറ്റർ മഴ മാത്രമാണ് ആ പ്രദേശങ്ങളിൽ ലഭിച്ചത്. ഗംഗോത്രിയും അതേപോലെ ധാരാളി ഉള്ള പ്രദേശങ്ങളിൽ ലഭിച്ചത്. ഇത്തരമൊരു മഴ കൊണ്ട് ഒരു വലിയൊരു മേഘവിസ്ഫോടനം ഉണ്ടാകില്ല. അതുകൊണ്ട് തന്നെ ഈ ഗംഗോത്രി മഞ്ഞുമലകളിലുണ്ടായ പരിസ്ഥിതി ആഘാതമാണ് ഇത്തരമൊരു മഞ്ഞുമല പൊട്ടലിനും മഞ്ഞുമലയിലെ തടാകങ്ങൾ ഒന്നായി കുത്തിയൊഴുകുന്ന ഒരു രീതിയിലേക്ക് വന്നത് എന്നാണ് പ്രാഥമിക നിഗമനം. ഏതായാലും മനുഷ്യനുണ്ടാക്കിയ ദുരന്തം എന്ന രീതിയിലാണ് ഈ ഉത്തരാഖണ്ഡിലെ പരിസ്ഥിതി സ്നേഹികൾ ഇതിനെ വിളിക്കുന്നത്. ഏതായാലും നമ്മളൊക്കെ മേഘവിസ്ഫോടനം എന്ന വാക്കാണ് ഉപയോഗിക്കുന്നത്. മേഘവിസ്ഫോടനമാണ് കാരണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതിൽ തിരുത്തൽ വേണം എന്നാണല്ലേ? മേഘവിസ്ഫോടനമല്ലല്ലേ ഈ ദുരന്തത്തിന് കാരണം? അല്ല, ഗ്ലേസറിലെ ഗായത്രി 3-ാം നമ്പർ ഗ്ലേസറിലുണ്ടായ ഇടിവാണ്. അതിൻ്റെ ഇടയിൽ മലകൾക്കിടയിൽ സാധാരണ മഞ്ഞ് ഉരുകിക്കൊണ്ട് ഈ അന്തരീക്ഷ താപം വരുമ്പോൾ അത് വെള്ളമാവും, അതൊരു തടാകമായി രൂപപ്പെടും. അത്തരമുള്ള തടാകം ബേസ്റ്റ് ചെയ്താണ് പൊട്ടി ഒന്നായിട്ട് വെള്ളം ഒഴിച്ചത് എന്നാണ് ഇപ്പോൾ ഉപഗ്രഹ ചിത്രങ്ങളിലൂടെ വെളിവാക്കുന്നതെന്നാണ്. ശരി ശരത് ലാൽ, ഏതായാലും മലയാളികളടക്കം സുരക്ഷിതരാണ് എന്ന വിവരം പുറത്തു വരുന്നത് ആശ്വാസകരം. രക്ഷാപ്രവർത്തനം ദുഷ്കരമാണ് എന്നാണ് ശരത് ലാൽ അവിടെ നിന്നും റിപ്പോർട്ട് ചെയ്യുന്നത്.